ഫ്രണ്ട്സ്, നമ്മുടെ കേരള ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള KSCDC, അതായത് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് +2 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് കേരളത്തിലെ 3-4 ജില്ലയിൽ ഇതിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഹോം പേജ് കയറി വീഡിയോ സെലക്ട് ചെയ്ത് റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതിലേക്ക്, അതായത് സൈഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും കേട്ടോ. ലേറ്റസ്റ്റ് ജോബ് അഡ്മിറ്റ് കാർഡ്, റിസൾട്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റഡി മെറ്റീരിയൽസ്, കേരള സ്റ്റേറ്റ് ജോബ്, അതുപോലെ തന്നെ മറ്റു നിങ്ങൾക്ക് ഇവിടെ ഈസി ടൂൾസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടൂൾസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മാർക്ക് അറിയാൻ, SSLC പെർസെൻറ്റേജ് അറിയാനോ നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേറ്റർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ട്രെൻഡിങ് ആയിട്ട് വരുന്നതൊക്കെ ഇവിടെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് അധികവും നമ്മുടെ സൈറ്റിലിടുന്നൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടും ചെയ്യാറുണ്ട്. വളരെ റെയർ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുകയുള്ളൂ, കാരണം കുറഞ്ഞ വേക്കൻസി കണക്ക് അതിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് നോക്കാം. അവിടെ കാണാൻ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൂടെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് എന്നിട്ട് ഇവിടെ കാണാം. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. +2 ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഏത് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. ഇത്ര കണ്ടീഷനുള്ളൂ. ഈ 3 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, അത് കമ്പ്യൂട്ടർ നോളജ് നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് കാര്യങ്ങളൊക്കെ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷനൊക്കെ ഞാൻ പറയാം. ഏജ് ലിമിറ്റ് വരുന്നത് 20 to 36 ആണ് ഏജ് ലിമിറ്റ്. അത് ഈ 1/1/2024 നമുക്ക് 20 to 36 ആണ്. അപ്പോൾ ഈ ബോർഡറിലൊക്കെ ഉള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എത്രയാണ് ഏജ് എന്ന്. അതിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ കാണാം, ഈസി ടൂൾസ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം കേട്ടോ. അപ്പം നിലവിൽ ഇത് ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റാണ്. അറേഞ്ച്മെൻറ്റൊക്കെ ഞാൻ ഒന്നുകൂടെ മാറ്റി ഒന്നുകൂടെ ഉഷാറാക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ഇവിടെ തന്നെ കാണാം ഏജ് കാൽക്കുലേറ്റർ ആയിട്ട്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 2000 ജനിച്ചത്. അവിടെ നിങ്ങൾക്ക് കാണാം 2000 ഇവിടെ സെലക്ട് ചെയ്യാം നമ്മൾ. ഓക്കെ, 2000 സെലക്ട് ചെയ്യാം. 2000 മെയ് ആണ്, അല്ലെങ്കിൽ വേണ്ട മാർച്ച് ആണെന്ന് വിചാരിക്കാം. മാർച്ച് സെലക്ട് ചെയ്തു, എന്നിട്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഡേ വരും March 9 ആണ് വിചാരിക്കാം, ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഏജ് അറ്റ് ദ ഡേറ്റ് ആണ്. ഏജ് അറ്റ് ദ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനിലെ ഡേറ്റ് ഉണ്ടല്ലോ, ഇതാ ഈ പറയുന്ന നിങ്ങൾക്ക് കാണാം 1/1/2024 36 കഴിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബോർഡറിലുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2024 ഓക്കെയാണ്, മാസം 1 ഓക്കെ, മാസം 1 ഇതാണ് നമുക്ക് ജനുവരി. ഓക്കെ, ജനുവരി നമ്മൾ സെലക്ട് ചെയ്തു, 2024 സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഡേ 1 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ 1/1/2024. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ഏജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഏജ് നിങ്ങൾക്ക് ഇവിടെ കാണാം 23 വയസ്സ് 9 മാസം 22 ഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ 36 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസമാണ്, 2 മാസമാണ്, എത്ര ഡേയ്സ് ആണെന്നൊക്കെ കൂടെ കാണിക്കും. അപ്പോൾ 36 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ 36 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യാനുള്ള എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ഈ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് SC/ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് റെമ്യൂണറേഷൻ ആണ്. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു 10,000 കിട്ടും. പിന്നെ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 രൂപ നമുക്ക് ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണല്ലോ, അതനുസരിച്ച് നമുക്കത് ഉയർത്താൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 6 വേക്കൻസിയാണ് വരുന്നത്. കാസർഗോഡ് ഒരു വേക്കൻസി, കണ്ണൂർ ഒരു വേക്കൻസി, കോഴിക്കോട് ഒരു വേക്കൻസി, വയനാട്, മലപ്പുറം 1, പാലക്കാട് 1, ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത് കേട്ടോ. വേക്കൻസി ലിമിറ്റഡ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കാൻ യാതൊരു അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. ആ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ, അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ലൈസൻസിൻ്റെ ഇതെല്ലാം കോപ്പി എടുക്കുന്നിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഞാൻ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിൻകോഡൊന്നുമില്ല, അവർ തന്നതിലെ പിൻകോഡ് സഹിതം ഞാൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അത് നമ്മൾ എന്താണ് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ വെച്ചാൽ ഈ പറയുന്ന വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് നമ്മൾ പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പോസ്റ്റലായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതായത് ടൈം, വെന്യൂ, അതായത് വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈമും വെന്യൂ അവരോട് അന്വേഷിക്കണം എന്നാണ് എന്നുള്ളത് കേട്ടോ. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരാൻ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക്
26/5 അപ്പോൾ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 26/5 നിങ്ങൾ മനസ്സിലാക്കാം. താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൗ ടു അപ്ലൈ എന്നുള്ളത് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നത്. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരു എൻവലപ്പ് ഉണ്ടാവില്ല, നമ്മൾ അയച്ചു കൊടുക്കുന്ന കവർ ഉണ്ടാവില്ല. ആ കവറിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപേക്ഷ ഫോം കിട്ടണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി 26/5/2024 മുന്നാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. മെയ് 26 മുന്നേ നമ്മൾ അയച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കിട്ടും. ഇതിന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഈ ഭാഗം മാത്രം നിങ്ങൾ പ്രിൻ്റ് എടുക്കുക കേട്ടോ. പേര്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വെച്ചാൽ SSLC സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിങ്ങളുടെ കൂട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ എഴുതാവുന്നതാണ്. പിന്നെ SSLCയുടെ ഏകദേശം പെർസെൻറ്റേജ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈസി ടൂൾ എന്നുള്ള. നിങ്ങൾ ആ സൈറ്റിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കാണാം സെലക്ട് 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ പേജ് ഓപ്പൺ ആയി വരും. കേരള SSLC ഗ്രേഡ് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആവറേജ്, അതായത് ഏകദേശം ഒരു പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് മാർക്ക് അറിയണമെങ്കിൽ നമ്മൾ പരീക്ഷാ ഭവനിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കുള്ള മാർക്ക് ഗ്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാർക്ക് നമുക്ക്, അല്ലെങ്കിൽ ഏകദേശം ഒരു പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. ഈ മാർക്കും പാടെ അറിയാനുള്ളൊരു ഇതിലേക്ക് അത് ഒന്ന് ബിൽഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് ഇവിടെ കാണാം 83% കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് ആവറേജ് ആണ്, ശരാശരിയാണ്, ഏകദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അല്ലാതെ കറക്റ്റ് അല്ല നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് പെർസെൻറ്റേജ് അറിയാനേ പറ്റുള്ളൂ. നമുക്ക് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ പരീക്ഷ വന്ന് സ്കോർ കാർഡ് തന്നെ വാങ്ങണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതാ ഈ നമ്പർ ഓർത്ത് വെക്കുക, നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ നമ്പറിലേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന ടൈമും വെന്യൂ, വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈമും വെന്യൂ ഒക്കെ അറിയുള്ളൂ. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഈ പറയുന്ന ഡേറ്റും ടൈമും വെന്യൂ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 15/5/2024 അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഇതിലുണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളത് ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നമ്മുടെ ഈ പറയുന്ന ലൈസൻസിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.